Hi students, my name is Rahul. നമ്മൾ ഇന്ന് 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള ആസ്പയർ ടു വിൻ എന്ന യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ റേസ് എന്ന ചാപ്റ്ററെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായും നിങ്ങളുടെ ഒന്നാമത്തെ യൂണിറ്റിൽ നിങ്ങൾക്ക് 3 ചാപ്റ്റേഴ്സാണുള്ളത്. അതിൽ ഒന്നാമത്തത് ദ റേസ്, അതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. രണ്ടാമത്തെ ചാപ്റ്റർ ലേണിംഗ് ദ ഗെയിം. ആ ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ക്രിക്കറ്റ് പ്ലെയറെ പറ്റിയാണ് അതിൽ പറയുന്നത്, സച്ചിൻ ടെണ്ടുൽക്കർ. അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫിയിൽ നിന്നെടുത്തൊരു ഭാഗമാണ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലേണിംഗ് ദ ഗെയിം എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. മൂന്നാമതായി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ബാങ് ദ ഡ്രം എന്നൊരു പോയമാണ്. അങ്ങനെ ആദ്യത്തെ യൂണിറ്റ് നിങ്ങൾക്ക് 3 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. അതിൽ ഇന്ന് നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ റേസ് എന്ന ചാപ്റ്ററെ പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഒരു ബോയെ പറ്റിയാണ്. ആ ബോയുടെ പേര് തരുൺ എന്നാണ്. അവൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ചില പ്രധാനപ്പെട്ട സംഭവങ്ങളെ പറ്റി നമ്മൾ ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കും. അതിനു മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഈ ചാപ്റ്റർ എഴുതിയത് ആരാ എന്നാണ്. ഈ ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് ഒരു ഇന്ത്യൻ റൈറ്ററായിട്ടുള്ള നിഷ പഞ്ചാബി എന്നൊരു റൈറ്ററാണ്. നമ്മളധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം. നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ പാഠത്തിന് മുകളിലായിട്ട് നിങ്ങൾക്ക് 2-3 ലൈൻസ് കാണാം. ഞാൻ അതൊന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലോട്ട് പോകാം. At the end of a game or a sporting event, we usually appreciate the winner or the record breaker. അതായത് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഗെയിമോ ഒരു സ്പോർട്ടിംഗ് ഇവൻ്റോ ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആരെ മാത്രമേ അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ അഥവാ പ്രോത്സാഹിപ്പിക്കാറുള്ളൂ? വിന്നേഴ്സിനെയും അല്ലെങ്കിൽ റെക്കോർഡൊക്കെ ബ്രേക്ക് ചെയ്ത് വിജയികളെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, പ്രോത്സാഹിപ്പിക്കാറുള്ളൂ, അല്ലേ? Shouldn't we encourage the losers too? നമ്മൾ ആരേനെ കൂടി എന്ത് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കേണ്ടത് ഒരു അത്യാവശ്യ ഘടകമാണ്. ആരേനെ? ലൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഗെയിമിൽ തോറ്റുപോയ ആൾക്കാരേനെ കൂടി നമ്മൾ എന്ത് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. കാരണം ഇപ്പോൾ ഒരു ഓട്ട മത്സരം നടക്കുകയാണെങ്കിൽ ഒരു 10 ആൾ അതിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഒരാളെ അതിൽ എന്ത് ചെയ്യുള്ളൂ, വിജയിയാവുള്ളൂ. ആ സമയത്ത് നമ്മൾ ആരെ മാത്രമേ സപ്പോർട്ട് ചെയ്യാറുള്ളൂ? വിജയിച്ച ആളെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, സപ്പോർട്ട് ചെയ്യാറുള്ളൂ, അല്ലേ? പക്ഷെ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എന്താണ്, മറ്റു 9 ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം. എന്നാൽ മാത്രമേ വരുന്ന ഗെയിമുകളിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ കഴിവ് കൂടുതലായിട്ട് പുറത്തെടുക്കാൻ സാധിക്കുള്ളൂ. ശരിയല്ലേ? ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ഇൻ ദ സ്റ്റോറി റീഡ് ഓൺ. അപ്പോൾ ഇത്തരം ചെറിയ ഒരു കാര്യത്തെ പറ്റി അല്ലെങ്കിൽ കുറച്ച് ഒരു ബോയുടെ ജീവിതത്തിൽ നടക്കുന്ന ചില പ്രധാനപ്പെട്ട സംഭവങ്ങളെ പറ്റി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യണം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഞാൻ ഒന്നും കൂടി വായിക്കാം, ദ റേസ്, റിട്ടൺ ബൈ നിഷ പഞ്ചാബി. ഓക്കെ, നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് ചെല്ലാം. ഒരിക്കൽ കൂടി പറയാം, ഈ ചാപ്റ്ററിലെ മെയിൻ കഥാപാത്രം ആരാണ്? തരുൺ എന്നൊരു ബോയ്, ഒരു കുട്ടിയാണ്. ഓക്കെ, നിങ്ങളുടെ ഒക്കെ പ്രായമുള്ള ഒരു കുട്ടി. തരുൺ വാസ് എ മീഡിയോക്രെ സ്റ്റുഡൻറ്റ്. His grades could barely satisfy his parents, and he was not a good singer, dancer, painter, or even an actor. He always thought of himself as the black sheep of the family. His elder brother, who was pursuing a degree in engineering from a reputed college, always made the family proud. But Tarun was never good at anything like that. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പാരഗ്രാഫ്, അല്ലേ? വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. തരുൺ വാസ് എ മീഡിയോക്രെ സ്റ്റുഡൻറ്റ്. തരുൺ വാസ് എ മീഡിയോക്രെ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, മീഡിയോക്രെ എന്ന് പറഞ്ഞാൽ ഒരു ശരാശരി, ഹാർഡ്ലി എന്നൊക്കെ പറയില്ലേ, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ് ആര്? നമ്മുടെ തരുൺ. അത്ര ബ്രൈറ്റ് ഒന്നുമല്ല, ഒരു ശരാശരി, അത്ര നല്ലൊരു ഗുഡൊന്നും അല്ലാത്തൊരു സ്റ്റുഡൻ്റ് ആണ് ആര്? നമ്മുടെ തരുൺ. ഹിസ് ഗ്രേഡ്സ് കുഡ് ബെയർലി സാറ്റിസ്ഫൈ ഹിസ് പാരൻസ്. അവന് എക്സാമിൽ കിട്ടുന്ന ഗ്രേഡ്സ് ഒന്നും ആരെ അധികം സാറ്റിസ്ഫൈ ചെയ്യാറില്ല, സംതൃപ്തിപ്പെടുത്താറില്ല. അവൻ്റെ പാരൻസിനെ ഒന്നും അധികം സംതൃപ്തിപ്പെടുത്താറില്ല. അതായത് അത്രയും കുറഞ്ഞ ഗ്രേഡ്സൊക്കെ ആർക്ക് കിട്ടാറുള്ളൂ?
നമ്മുടെ തരുണിന് ലഭിക്കാറുള്ളൂ എക്സാം കഴിഞ്ഞ സമയത്തൊക്കെ. ആൻഡ് ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ. പിന്നെ അവൻ നല്ലൊരു സിംഗറുമല്ല, പാടാനുള്ള കഴിവൊന്നും അവനില്ല. ഡാൻസർ, അവൻ നല്ലൊരു ഡാൻസറുമല്ല. പെയിൻറ്റർ, അവൻ നല്ലൊരു പെയിൻറ്ററുമല്ല. ഓർ ഈവൻ ആൻ ആക്ടർ, പോരാത്തതിന് അവരൊരു ആക്ടറുമല്ല. അതായത് സിംഗിങ്ങും ഡാൻസിങ്ങും പെയിൻറ്റിങ്ങും ആക്ടിങ്ങും ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലും അവൻ എന്തില്ല, ഒരു താല്പര്യമില്ല. ഹി ഓൾവേസ് തോട്ട് ഓഫ് ഹിംസെൽഫ് ആസ് ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. ഈ ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുന്നൊരു യൂസേജ് ആണ്. അതായത് എപ്പോഴും അവനെ ആ ഫാമിലിയിലെ ബ്ലാക്ക് ഷീപ്പായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ മറ്റുള്ളവർക്കൊക്കെ ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു മീനിങ്. അതായത് ഇവനെ കൊണ്ട് മറ്റുള്ളവർക്ക് അത്ര നല്ലൊരു പേരൊന്നുമല്ല ലഭിക്കാറ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവനെ അവരെന്തായിട്ടാണ് കണക്കാക്കിയിരുന്നത്, ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. ഹിസ് എൽഡർ ബ്രദർ ഹു വാസ് പെർസ്യൂയിങ് എ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഫ്രം എ റെപ്യൂട്ടഡ് കോളേജ്. പക്ഷെ നമ്മുടെ തരുണിനൊരു ബ്രദർ ഉണ്ട്. തരുണിൻ്റെ ബ്രദർ നമ്മുടെ തരുണിനെ പോലെയല്ല, നല്ല ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റ് ആണ് അവൻ. ഓക്കെ, തരുണിന് പറഞ്ഞ കഴിവുകളൊന്നുമില്ല. പക്ഷെ തരുണിൻ്റെ ബ്രദറിന് എന്തുണ്ട്, ഇവനേക്കാൾ നല്ല കഴിവുണ്ട്. തരുണിൻ്റെ ബ്രദർ ഇപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ, തരുൺസ് ബ്രദർ ഹു വാസ് പെർസ്യൂയിങ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഫ്രം എ റെപ്യൂട്ടഡ് കോളേജ്. നല്ലൊരു കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ് ആര്, നമ്മുടെ തരുണിൻ്റെ ബ്രദർ. ഓൾവേസ് മേഡ് ദ ഫാമിലി പ്രൗഡ്. അവനാണ് ആ കുടുംബത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു അഭിമാനം എന്നൊക്കെ പറയാം. തരുണല്ല, തരുണിൻ്റെ ബ്രദർ. തരുൺ പറഞ്ഞ കഴിവുകളൊന്നുമില്ല, പക്ഷെ തരുണിൻ്റെ ബ്രദറാണ് ആ കുടുംബത്തിലോട്ട് അഭിമാനം കൊണ്ടുവരുന്ന ഒരു വ്യക്തി. ഓക്കെ, ബട്ട് തരുൺ വാസ് നെവർ ഗുഡ് അറ്റ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ ഒരു കാര്യത്തിലും തരുണിന് യാതൊരു താല്പര്യമില്ല. അവനൊന്നും അത്ര ഗുഡല്ല ഒന്നിലും. ഓക്കെ, ആദ്യത്തെ പാരഗ്രാഫ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് ആരാണ് തരുൺ എങ്ങനത്തെ ഒരു വ്യക്തിയാണ്, അവൻ എന്തിലൊക്കെയാണ് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ. പിന്നെ പറയുന്ന ആരെ പറ്റിയാണ്, തരുണിൻ്റെ ബ്രദറിനെ പറ്റി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നൗ വി ആർ മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് സ്റ്റാൻസ. ഹൗഎവർ ഹി വാസ് ബ്ലെസ്ഡ് വിത്ത് ദ സ്ട്രെങ്ത് ഓഫ് എ ഗ്രേറ്റ് അത്ലറ്റ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും തരുണിന് വേറെ കാര്യത്തിൽ എന്തുണ്ട്, നല്ലൊരു ബ്ലെസ്സിങ്, അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. എന്തിലായിരുന്നു അത്, വിത്ത് ദ സ്ട്രെങ്ത് ഓഫ് എ ഗ്രേറ്റ് അത്ലറ്റ്. നല്ലൊരു അത്ലറ്റാണ് ആര്, നമ്മുടെ തരുൺ. വാട്ട് ഡു യു ബൈ അത്ലറ്റ്? അതായത് ഗുഡ് അറ്റ് സ്പോർട്സിൽ അത്യാവശ്യം നല്ല കഴിവുള്ള ആളായിരുന്നു ആര്, നമ്മുടെ തരുൺ. ഹി വാസ് ആൻ എക്സലൻറ്റ് റണ്ണർ. തരുൺ ആരായിരുന്നു, ഹി വാസ് ആൻ എക്സലൻറ്റ് റണ്ണർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡാൻസിങ്ങും സിംഗിങ്ങും ഒന്നും അവന് താല്പര്യമില്ലെങ്കിലും അവന് താല്പര്യമുള്ള വിഷയമാണ് ഏതായിരുന്നു അത്, നമ്മളീ പറഞ്ഞ റണ്ണിങ്. ഓക്കെ, ഹി വുഡ് റൺ ഫോർ ഹവേഴ്സ് ബി ഇറ്റ് ഡേ ഓർ നൈറ്റ്. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും അവൻ എന്ത് ചെയ്യും, മണിക്കൂറുകളോളം ഓടാനുള്ള കഴിവ് അവനുണ്ടായിരുന്നു. നല്ലൊരു ഓട്ടക്കാരനായിരുന്നു ആര്, നമ്മുടെ തരുൺ. Whenever he felt sad and lonely, he exhausted himself by running, thus releasing all his pent-up emotions. ഈ വരിയിൽ പറയുന്നത് എല്ലാ വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിൽ ഇമോഷൻസ്, അതായത് സങ്കടത്തിലൂടെയൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, കടന്നു പോകേണ്ടി വരും. സ്ട്രെസ്സൊക്കെ ഉണ്ടാവും അല്ലേ. പല ആൾക്കാരും ഈ സ്ട്രെസ് അവോയ്ഡ് ചെയ്യുന്ന പല രീതിയിലാണ്. ചില ആൾക്കാർ എന്ത് ചെയ്യും, മ്യൂസിക് കേൾക്കും. ചില ആൾക്കാർ എന്ത് ചെയ്യും, TV കാണും. അതുപോലെ തന്നെ തരുണിന് ഇത്തരത്തിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ അവൻ ഈ ഫീലിംഗ് ഒക്കെ മറക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയപ്പോഴും ഞാൻ വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. വെനെവർ ഹീ ഫെൽ സാഡ് ആൻഡ് ലോൺലി. എപ്പോഴൊക്കെയാണോ അവന് സങ്കടവും ഒറ്റപ്പെട്ടതൊക്കെ ആയി തോന്നുന്നത്, ഹി എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ക്ഷീണിതനാവാം. ഹി എക്സോസ്റ്റ് ഹിംസെൽഫ് ബൈ റണ്ണിങ്, ദസ് റിലീസിങ് ഓൾ ഹിസ് പെൻഡപ്പ് ഇമോഷൻസ്. പെൻഡപ്പ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ഡിപ്രസ്ഡ് അല്ലെങ്കിൽ സാഡ്. അവൻ എപ്പോഴെങ്കിലും സാഡോ ഡിപ്രസ്ഡോ ഒക്കെ ആയിട്ടുള്ള ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും, നിർത്താതെ ഓടും. അങ്ങനെ ഓടി അവൻ എന്താവും, ഹി വിൽ ഫീൽ എക്സോസ്റ്റഡ് മീൻസ് ക്ഷീണിതനാവും. ഓക്കെ, ഈ സമയത്താണ് അവൻ എന്ത് ലഭിക്കുന്നത്, ഈ സ്ട്രെസ്സിൽ നിന്നൊക്കെ അവന് മോചനം ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ തരുൺ എങ്ങനെയാണ് അവൻ്റെ സ്ട്രെസ്സും ഫീലിംഗും ഒക്കെ ഇല്ലാതാക്കുക, കുറേ ഓടിയിട്ട്. കാരണം എന്താ, അവന് ദൈവം എന്തിലാണ് കഴിവ് കൊടുത്തിരിക്കുന്നത്, റണ്ണിങ്ങിലാണ് അല്ലേ. ബാക്കി നോക്കാം. At times he would miss his school bus and would then run to school. ചില സമയങ്ങളിൽ അവൻ്റെ സ്കൂൾ ബസ് എന്ത് ചെയ്യാറുണ്ട്, മിസ്സാവാറുണ്ട്. ആ സമയത്ത് അവൻ എന്താ ചെയ്യുക, സ്കൂൾ ബസ് മിസ്സായാലും അവൻ സ്കൂളിലോട്ട് എങ്ങനെ പോകും, ഓടിയാണ് അവൻ എന്ത് ചെയ്യാറ്, പോകാറ്.
വിച്ച് വാസ് 5 miles away ഫ്രം ഹിസ് ഹോം. അതായത് സ്കൂൾ എന്ന് പറയുന്നത് അവൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊന്നുമല്ല, 5 miles. അവൻ്റെ വീട്ടിൽ നിന്ന് 5 മൈൽ ദൂരം ഓടിയാൽ മാത്രമേ എവിടെ എത്തുള്ളൂ, സ്കൂളിലോട്ട് എത്തുള്ളൂ. ആ 5 മൈൽ ദൂരം അവൻ എന്ത് ചെയ്യും, ഓടിപ്പോകും. കാരണം എന്താണ്, അവന് ഓടാനുള്ള കഴിവുണ്ട് അല്ലേ. ദെൻ ഹീ ജസ്റ്റ് ഹാഡ് വൺ ഡ്രീം ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. അവൻ്റെ മനസ്സിൽ അവനൊരൊറ്റ ലക്ഷ്യം അല്ലെങ്കിൽ ഒരൊറ്റ സ്വപ്നമേ ഉള്ളൂ. എന്താണ് സ്വപ്നം? ഹീ വാണ്ട്സ് ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരനാവണമെന്നായിരുന്നു ആരുടെ ആഗ്രഹം? നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള തരുണിൻ്റെ ആഗ്രഹം അല്ലേ. ഓരോരുത്തർക്കും ഓരോ സ്വപ്നം ഉണ്ടാവും. തരുണിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? ഹി വാണ്ട് ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. തരുൺ ഡിഡ് നോട്ട് നോ ഹൗ ടു അച്ചീവ് ഹിസ് ഡ്രീം. ഇങ്ങനെ ഒരു സ്വപ്നം ഉണ്ടെങ്കിലും ഈ സ്വപ്നം എങ്ങനെ അച്ചീവ് മീൻസ് നേടിയെടുക്കുക എന്ന് ആർക്കറിയില്ല? തരുണിന് അറിയില്ല. സ്വപ്നമുണ്ട് അവൻ്റെ മനസ്സിൽ, ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരാണ്. പക്ഷേ ഈ സ്വപ്നം എങ്ങനെ അച്ചീവ് ചെയ്യാമെന്ന് ആർക്കറിയില്ല? തരുണിന് യാതൊരു ഐഡിയ ഇല്ല. ഓക്കെ. On the one hand, his parents hated his running and wanted him to concentrate more on his studies. ഇവന് റണ്ണിങ്ങിൽ താല്പര്യമുണ്ടെങ്കിലും ആർക്ക് താല്പര്യമില്ല? ഇവൻ്റെ പാരൻസിൽ ഇവൻ ഈ റണ്ണിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് താല്പര്യമേ ഇല്ല. അവർക്ക് എന്താ വേണ്ടത്? ഞാനൊന്നും കൂടി അത് വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഓൺ ദ വൺ ഹാൻഡ് ഹിസ് പാരൻസ് ഹേറ്റഡ് ഹിസ് റണ്ണിങ്. അവൻ്റെ പാരൻസ് ഈ ഓട്ടത്തെ ഹേറ്റ് ചെയ്തിരുന്നു, വെറുത്തിരുന്നു. ആൻഡ് വാണ്ടഡ് ഹിം ടു കോൺസെൻട്രേറ്റ് മോർ ഓൺ ഹിസ് സ്റ്റഡീസ്. അവർക്ക് എന്താ ഇവൻ ചെയ്യേണ്ടത്? ഇവൻ്റെ പഠന കാര്യങ്ങളിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യണം? കോൺസെൻട്രേറ്റ് ചെയ്യണം. കോൺസെൻട്രേറ്റ് മീൻസ് ശ്രദ്ധ ചെലുത്തണം എന്നാണ് ആരാഗ്രഹിച്ചിരുന്നത്? തരുണിൻ്റെ പാരൻസ് അല്ലേ. വിച്ച് ഹീ നെവർ ഡിഡ്. പക്ഷെ നമ്മുടെ തരുണിന് പഠനത്തിൽ യാതൊരു താല്പര്യമില്ല. അവന് താല്പര്യമൊക്കെ ഏതിലാണ്? ഏത് വിഷയത്തിലാണ്? എന്തിലാണ്? ഈ പറയുന്ന ഓട്ടത്തിലാണ്. പക്ഷെ ആർക്കങ്ങനെയല്ല? അവൻ്റെ പാരൻസിന് അങ്ങനെയല്ല. അവൻ എന്ത് ചെയ്യണം എന്നാണ്? അവൻ ഇതൊക്കെ ഒഴിവാക്കി അവൻ കൂടുതലും സ്റ്റഡീസിൽ ശ്രദ്ധിക്കണം എന്നാണ് അവർ പറയുന്നത്. പക്ഷെ തരുണിന് അങ്ങനെ ഒരു താല്പര്യമേ ഇല്ല. ഓൺ ദ അതർ ഹാൻഡ് ഹി ബിലോങ്ഡ് ടു എ മിഡിൽ ക്ലാസ് ഫാമിലി. ഇനി പറയുകയാണെങ്കിൽ നമ്മുടെ തരുൺ എന്ന് പറയുന്ന ഈ സ്റ്റുഡൻറ്റ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. മിഡിൽ ക്ലാസ് ഫാമിലി മീൻസ് ഒരു അത്ര പൈസക്കാരുമല്ല, അത്ര പാവപ്പെട്ടവരല്ല, ഒരു മിഡിലായിട്ട് ഒരു ആവറേജിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ആര് വരുന്നത്? നമ്മുടെ തരുണ് വരുന്നത്. ആൻഡ് തരുൺ ന്യൂ ദാറ്റ് ടു അച്ചീവ് ഹിസ് ഡ്രീം ഹീ നീഡഡ് ആൻ ഇൻറ്റൻസീവ് ട്രെയിനിങ്. തരുണിന് എന്തറിയാം? തൻ്റെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഇൻറ്റൻസീവായിട്ട്, അതായത് അത്രയും കടുത്ത ട്രെയിനിങ് വേണം. എന്നാൽ മാത്രമേ ഈ സ്വപ്നം യാഥാർത്ഥ്യമുള്ളൂ. അല്ലാതെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് ഫാസ്റ്റസ്റ്റ് റണ്ണർ ആവണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അതിന് എന്ത് വേണം? വി നീഡ് ട്രെയിനിങ് അല്ലേ. അപ്പോൾ ഇതിന് എങ്ങനത്തെ ട്രെയിനിങ് വേണം? ഇൻറ്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് വേണം. ദ എമൗണ്ട് ഓഫ് വിച്ച് വാസ് വെൽ ബിയോണ്ട് ഹിസ് ഫാമിലീസ് റീച്ച്. പക്ഷേ ഈ ട്രെയിനിങ്ങിന് എന്താവശ്യമാണ്? വളരെ വലിയൊരു എമൗണ്ട് മീൻസ് തുക ആവശ്യമാണ്. പക്ഷെ ആ തുക ആരുടെ കയ്യിലില്ല? തരുണിൻ്റെ ഫാമിലിയുടെ കയ്യിലില്ല. കാരണം എന്താ? തരുൺ ഒരു ആവറേജ് ആയുള്ള ഫാമിലിയിൽ നിന്നാണ് വരുന്നത്, അത്ര റിച്ച് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി തുക കണ്ടെത്താൻ സാധിച്ചില്ല. ഓക്കെ, ഈ സ്റ്റാൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സ്റ്റാൻസിലോട്ട് പോകാം. When Tarun failed in his terminal examinations, his father was very angry with him. അവൻ്റെ ടെർമിനൽ എക്സാമിനേഷനിൽ ആര് ഫെയിലായി പോയി? തരുൺ തോറ്റുപോയി. നമ്മൾ തോറ്റു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആർക്ക് ദേഷ്യം വരും? പാരൻസിന് ദേഷ്യം വരും. ഇവിടെ ആര് ദേഷ്യപ്പെട്ടു? തരുണിൻ്റെ ഫാദർ അവനോട് ദേഷ്യപ്പെട്ടു. ഹിസ് ഫ്രണ്ട്സ് ടു മെയ്ഡ് ഫൺ ഓഫ് ഹിം. പാരൻസ് മാത്രമല്ല, അവൻ്റെ കൂട്ടുകാരും അവനെ എന്ത് ചെയ്യാൻ തുടങ്ങി? കളിയാക്കാൻ തുടങ്ങി. ഇന്ന് എന്താ പഠിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെങ്ങനെ കളിയാക്കാൻ തുടങ്ങി. ഇറ്റ് വാസ് എ ഡേ ഹി വാണ്ടഡ് ടു വൈപ്പ് ഔട്ട് ഫ്രം ഹിസ് മെമ്മറി ആൻഡ് സോ ഹി ടുക്ക് ടു റണ്ണിങ്. ആ ദിവസം അവൻ്റെ മനസ്സിൽ നിന്ന് അവൻ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? വൈപ്പ് ചെയ്ത് കളയണം. വൈപ്പ് ചെയ്യുക മീൻസ് മായ്ച്ചു കളയണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അവൻ എന്തെങ്കിലും സാഡ് ഇമോഷൻസൊക്കെ വന്നു കഴിഞ്ഞാൽ അവൻ എന്താ ചെയ്യാറ്? ഓടും. തരുൺ എന്ത് ചെയ്തു? ഓടാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ട്? ആ ദിവസത്തെ അവൻ്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ. ആ സ്ട്രെസ്സൊക്കെ അവൻ എന്ത് ചെയ്യാൻ? മെല്ലെ അവൻ്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ. ഓക്കെ, ഹി റാൻ ഓൾ അറൗണ്ട് ദ പാർക്ക്. അവൻ നേരെ ചെന്നത് എങ്ങോട്ടേക്കാണ്? പാർക്കിലോട്ടാണ്. ആ പാർക്ക് മുഴുവൻ അവൻ എന്ത് ചെയ്തു? ഓടാൻ തുടങ്ങി. കാരണം അവന് നല്ല കഴിവുണ്ട് എന്തിൽ? റണ്ണിങ്ങിൽ. ദ സൺ ബീറ്റ് ഡൗൺ
ടു ചെക്ക് ഹിസ് റേജ് ബട്ട് നത്തിങ് കുഡ് സ്റ്റോപ്പ് തരുൺ. അവൻ ഗ്രൗണ്ടിൽ ചെന്ന പാർക്കിൽ ചെന്നപ്പോൾ സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. പക്ഷേ ആ തീനാളം കൊണ്ടൊന്നും അല്ലെങ്കിൽ ആ ചൂട് കൊണ്ടൊന്നും ആരെ തളർത്തില്ല. നമ്മുടെ തരുൺ തളർന്നതേ ഇല്ല. അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ഹി കണ്ടിന്യൂസ് ടു റൺ. ആഫ്റ്റർ അബൌട്ട് ആൻ ഹവർ ഹി വാസ് ഫുള്ളി എക്സോസ്റ്റഡ്. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ ടോട്ടലി എന്ത് ചെയ്തു? എക്സോസ്റ്റഡ് മീൻസ് ക്ഷീണിച്ചു. ആൻഡ് ഹിസ് ഫ്യൂറി ഹാവിങ് സബ്സിഡഡ്. ഫ്യൂറി മീൻസ് അവൻ്റെ ആങ്കർ, ആ ദേഷ്യം എന്ത് ചെയ്യണം, അവരോടൊക്കെയുള്ള ദേഷ്യം എന്ത് ചെയ്തു? ഓടി ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ മെല്ലെ സബ്സിഡഡ് മീൻസ് ഇല്ലാതെ കുറഞ്ഞു വന്നു. ഹീ ത്രൂ ഹിംസെൽഫ് ഓൺ എ ബെഞ്ച് ആൻഡ് സ്റ്റാർട്ടഡ് പാൻഡിങ് ഹെവിലി. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്യാണ്? ആ പാർക്കിലൊരു ബെഞ്ച് ഉണ്ട്, ആ ബെഞ്ചിൽ പോയിട്ട് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ഹീ ത്രൂ ഹിംസെൽഫ് ഓൺ എ ബെഞ്ച് ആൻഡ് സ്റ്റാർട്ടഡ് പാൻഡിങ് ഹെവിലി. പാൻഡിങ് മീൻസ് ശ്വാസം വലിക്കുക. ഓടി ക്ഷീണിച്ചതല്ല. അപ്പോൾ അവൻ ഇങ്ങനെ ശ്വാസം വലിച്ചുകൊണ്ട് അവിടെ പോയിരിക്കുകയാണ്, പാർക്കിൽ ആ ബെഞ്ചിൽ പോയിരുന്നു. ആര്? നമ്മുടെ തരുൺ. എന്തിനു വേണ്ടിയാണ് അവൻ ഓടിയത്? അവന് ടേർമിൽ എക്സാമിനേഷൻ റിസൾട്ട് വന്നപ്പോൾ തരുൺ എന്ത് ചെയ്തു? എക്സാമിൽ ഫെയിലായി. അപ്പോൾ അവൻ ആരൊക്കെ ചീത്ത പറഞ്ഞു? അവൻ്റെ ഫാദറും കൂട്ടുകാരൊക്കെ അവൻ എന്ത് ചെയ്തു? കളിയാക്കുകയും ചീത്ത പറയുകയൊക്കെ ചെയ്തു. ഈ ഇമോഷൻസ് അല്ലെങ്കിൽ ഈ സ്ട്രെസ് അവൻ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? പാർക്കിലോട്ട് പോയി 1 മണിക്കൂറോളം ഓടിയതിന് ശേഷം തൊട്ടടുത്തുള്ള ഒരു ബെഞ്ചിൽ അവൻ പോയിട്ട് എന്ത് ചെയ്യാണ്? ഇരിക്കുകയാണ്. ഈ ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം. സഡൻലി ഹി ഹേർഡ് എ വോയിസ് അറ്റ് ഹിസ് എൽബോ. വാട്ട് ഈസ് ഇറ്റ് സൺ? അങ്ങനെ അവൻ ആ ബെഞ്ചിൻ്റെ അവിടെ പോയിരിക്കുമ്പോൾ അവൻ്റെ എൽബോയുടെ ഭാഗത്ത് നിന്ന് അവൻ എന്ത് കേൾക്കുകയാണ്? ഒരു സൗണ്ട് കേൾക്കുകയാണ്. വാട്ട് ഈസ് ഇറ്റ് സൺ? ഒരു ചോദ്യമാണത്. എന്ത് പറ്റി മകനെ? എന്താ പറ്റിയെന്ന് ചോദിച്ചു. വാട്ട് ഈസ് ഇറ്റ് സൺ? തരുൺ ടേൺ ടു ഹിസ് ലെഫ്റ്റ് ആൻഡ് ദർ സാറ്റ് എ മാൻ ഓഫ് എബൌട്ട് 60. ആ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ആര് തിരിഞ്ഞു? തരുൺ തിരിഞ്ഞു. അപ്പോൾ അവൾ അവിടെ കണ്ടത് ആരാണ്? എ മാൻ ഓഫ് എബൌട്ട് 60. 60 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ എവിടെ ഇരിക്കുന്നുണ്ട്? തരുണിൻ്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. ഐ ഫെയിൽഡ് ഇൻ 2 subjects. ഹി റിപ്ലൈഡ് ഇൻ എ ഡിപ്രസ്ഡ് ടോൺ. അപ്പോൾ അയാൾ ചോദിച്ചു, എന്ത് പറ്റി മകനെ? അപ്പോൾ അവൻ മറുപടി പറയണേ എന്ത്? ഐ ഫെയിൽഡ് ഇൻ 2 subjects. റിസൾട്ട് വന്നപ്പോൾ 2 വിഷയങ്ങളിൽ ഞാൻ എന്ത് ചെയ്തു? ഫെയിൽ ചെയ്തു. ഫെയിലിംഗ് മീൻസ് തോറ്റുപോയി. ഹി റിപ്ലൈഡ് ഇൻ എ ഡിപ്രസ്ഡ് ടോൺ. അവനൊരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള സൗണ്ടിലാണ് അയാളോട് സംസാരിച്ചത്. കാരണം ഇത് സന്തോഷിക്കാനുള്ളതല്ലല്ലോ. എക്സാം തോറ്റുപോയി നല്ല സന്തോഷത്തോടെ നമ്മൾ പറയില്ല. ഡിപ്രസ് ആയിട്ടാണ് പറഞ്ഞത് എന്ത്? ഞാൻ എക്സാമിൽ തോറ്റുപോയി, 2 സബ്ജക്റ്റ് ഞാൻ ഫെയിലായി. ദ മാൻ സ്മൈൽ സിമ്പത്തറ്റിക്കലി ആൻഡ് സെഡ്. ഇത് കേട്ടപ്പോൾ അയാൾക്ക് അവനോട് സിമ്പതി തോന്നി. സിമ്പതിയോടുകൂടി അയാൾ പറയാണ്, ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് മൈ ബോയ്. ജീവിതം എന്ന് പറഞ്ഞത് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. അപ്സ് ആൻഡ് ഡൗൺസ് ആണ് എന്താ? കയറ്റവും ഉണ്ട്, ഇറക്കമുണ്ട്, വിജയവുമുണ്ട്, തോൽവിയുമുണ്ട്. അയാൾ ഒരു ഉപദേശം കൊടുക്കുകയാണ് ആർക്ക്? നമ്മുടെ തരുണിന്. ബൈ ദ വേ, ഐ ആം രാം നാരായൺ ആൻഡ് യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സ് ഐ ഹാവ് എവർ സീൻ. അങ്ങനെ അയാളാണ് ആദ്യം എന്ത് ചെയ്തത്? പരിചയപ്പെടുത്തിയത്. ഇവനറിയില്ല അതാരാണെന്ന്. ഒരു 60 വയസ്സ് ഒരാൾ അടുത്തിരിക്കുന്നു. അയാൾ 2-3 ചോദ്യം ചോദിച്ചു. ഇവൻ മറുപടിയും പറഞ്ഞു. പക്ഷെ അത് ആരാന്ന് ഇവനറിയില്ല. അപ്പോൾ അയാൾ പരിചയപ്പെടുത്താണ്. എന്താ പറയുന്നേ? ബൈ ദ വേ, ഐ ആം രാം നാരായൺ. ഞാൻ ആരാണ്? ഐ ആം രാം നാരായൺ ആൻഡ് യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സ് ഐ ഹാവ് എവർ സീൻ. അപ്പോൾ അയാൾ പറയണെന്ത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് റണ്ണേഴ്സിൽ ഒരാളാണ്. ആര്? നീ എന്ന് നമ്മുടെ ഈ രാംനാരായൺ ആരോട് പറഞ്ഞു? നമ്മുടെ ഈ തരുണിനോട് പറഞ്ഞു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ രാംനാരായൺ കുറേ നേരമായിട്ട് ആരെ വാച്ച് ചെയ്യായിരുന്നു? നമ്മുടെ തരുണിനെ. കാരണം അവൻ 1 മണിക്കൂറോളം ആ ഗ്രൗണ്ട് മുഴുവൻ ഓടി. അപ്പോൾ ഈ നേരം മുഴുവൻ ഇവനെ ആര് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു? ഈ രാംനാരായൺ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 ക്യാരക്ടേഴ്സിനെ പഠിച്ചു. മെയിൻ ക്യാരക്ടറായ തരുണും പിന്നെ ആരാണ്? രാംനാരായൺ. ഓക്കെ, ബാക്കി നോക്കാം. രാംനാരായൺ, are you the same Ramnarayan who won the Olympic medal in the 400-meter race in the 1960s? Tarun could not hide his excitement. ഇത് കേട്ട പാടെ തരുൺ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ആകാംക്ഷയായി. അവൻ ചോദിക്കുകയാണ്, രാംനാരായൺ, നിങ്ങളുടെ പേര് രാംനാരായൺ എന്നാണോ? Are you the same Ramnarayan who won the Olympic medal in the 400-meter race in the 1960s? അവൻ ഒറ്റ ശാസ്ത്രം ചോദിക്കുകയാണെന്ത്? 1960 400 മീറ്റർ റേസിൽ ഒളിമ്പിക് മെഡൽ നേടിയ അതേ രാംനാരായൺ ആണോ നിങ്ങൾ? അപ്പോൾ അവൻ മുന്നേ എവിടെയോ കേട്ടിട്ടുണ്ട് എന്ത്? 1960 400 മീറ്റർ റേസിൽ ഒരു ഒളിമ്പിക് മെഡൽ നേടിയ വ്യക്തി ആരാണ്? രാംനാരായൺ എന്നൊരു വ്യക്തിയാണെന്ന് അവൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, നിങ്ങളാണോ ആ വ്യക്തി? ആ റേസിൽ ഒളിമ്പിക് മെഡൽ നേടിയ വ്യക്തി നിങ്ങളാണോ? അവന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. യെസ്. അപ്പോൾ അയാൾ പറയണത്, അതെ, ഞാനാണ് ഈ പറഞ്ഞ ആ വ്യക്തി. പാറ്റ് കെയിം ദ റിപ്ലൈ. പാറ്റ് കെയിം ദ റിപ്ലൈ മീൻസ് മെല്ലെ പുറത്ത് തട്ടിക്കൊണ്ടാണ് ആര് പറഞ്ഞത്? നമ്മുടെ രാംനാരായൺ മറുപടി പറഞ്ഞത്.
തരുൺ വാസ് ഡാസിൽ. ഡാസിൽ മീൻസ് സർപ്രൈസ്. ഇത് കേട്ടപ്പോൾ തരുണിന് ഭയങ്കര സർപ്രൈസായി. കാരണം എന്താണ്? തരുണിനൊരു ഡ്രീമുള്ള കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. എന്തായിരുന്നു? അവന് ഈ ലോകത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് റണ്ണറായി മാറണം അല്ലേ? അതിന് പറ്റിയ ഒരാൾ ആർക്ക് കിട്ടി? നമ്മുടെ തരുണിൻ്റെ മുന്നിലെത്തി കിട്ടി. ആരാണത്? നമ്മുടെ രാംനാരായൺ. രാംനാരായണൻ്റെ ക്വാളിറ്റി എന്താണ്? 1960 400 മീറ്റർ റേസിൽ ഏത് മെഡൽ നേടിയ ആളാണ് രാംനാരായൺ? ഒളിമ്പിക് മെഡൽ നേടിയ ആളാണ്, ചില്ലറക്കാരനല്ല അല്ലേ? ബാക്കി നോക്കാം. സൺ, I have been watching you for the past 45 minutes, continued രാംനാരായൺ. എന്നിട്ട് അയാൾ പറയുക, സൺ മീൻസ് മകനെ. I have been watching you for the past 45 minutes. കഴിഞ്ഞ 45 മിനിറ്റായിട്ട് ഞാൻ നിന്നെ തന്നെ എന്ത് ചെയ്യായിരുന്നു? വാച്ച് ചെയ്യായിരുന്നു. നിന്നെ തന്നെ വാച്ച് ചെയ്യാൻ മീൻസ് അവൻ ഓടുന്നത്. ആൻഡ് ഐ സീ എ ഗുഡ് ഫ്യൂച്ചർ ഇൻ യു. എന്നിട്ട് അയാൾ പറയണത്, ഞാൻ നിന്നിൽ നല്ലൊരു ഭാവി കാണുന്നുണ്ട്. ഏത് മേഖലയിലാവും നല്ലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ടാവുക? റണ്ണിങ്ങിലാണ്. ആര് പറയാണ്? രാംനാരായൺ നമ്മുടെ തരുണിനോട് പറയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പേജ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 ക്യാരക്ടറെ നമ്മൾ പഠിച്ചുള്ളൂ, തരുണും രാംനാരായണും. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. തരുൺ കുഡ് നോട്ട് ഹെൽപ്പ് ബട്ട് ബ്ലഷ്. ഇത് കേട്ടപ്പോൾ തരുണിൻ്റെ മുഖം എന്ത് ചെയ്തു? ബ്ലഷ് മീൻസ് ചുവന്ന് തുടിച്ചു. അവൻ ഭയങ്കര സന്തോഷമായി, ഹാപ്പിയായി. All you need to do is keep that passion burning in you and never give up. രാംനാരായൺ പറയുന്നത്, നീ ഒരിക്കലും നിൻ്റെ റണ്ണിങ്ങിലോട്ടുള്ള പാഷൻ എന്ത് ചെയ്ത് ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വിട്ട് കളയരുത്. നീ നിൻ്റെ മനസ്സിൽ തന്നെ എന്ത് ചെയ്യണം? ഈ പാഷൻ സൂക്ഷിക്കണം. ഹാവ് യു ജോയിൻ സം ട്രെയിനിങ് സ്കൂൾ? ദ മാൻ എൻക്വയർഡ്. അപ്പോൾ രാംനാരായൺ ചോദിക്കുകയാണ്, നീ ഏതെങ്കിലും ട്രെയിനിങ് സ്കൂളിൽ ജോയിൻ ചെയ്തോ? നീ നല്ലൊരു ഓട്ടോക്കാരനാണല്ലോ, നീ ഏതെങ്കിലും ട്രെയിനിങ് സ്കൂളിൽ ജോയിൻ ചെയ്തോ എന്ന് ആര് ചോദിക്കുകയെന്ന്? രാംനാരായൺ ചോദിക്കുക. തരുൺ സ്മൈൽസ് ഫേഡഡ് ആൻഡ് ഹീ സീംഡ് ഡിസ്ട്രോട്ട്. അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന തരുണിൻ്റെ സ്മൈൽ മീൻസ് പുഞ്ചിരി എന്ത് ചെയ്തു? ഫേഡഡ് മീൻസ് മങ്ങിപ്പോയി, ഇല്ലാതെയായി. ഹീ സീംഡ് ഡിസ്ട്രോട്ട് മീൻസ് പെട്ടെന്ന് അവൻ എന്ത് ചെയ്തു? ചിരി മാറി പെട്ടെന്ന് അപ്സെറ്റായി മാറി, അത് സന്തോഷമൊക്കെ പോയി. എ ട്രെയിനിങ് സ്കൂൾ ഈസ് വെരി എക്സ്പെൻസീവ് സാർ ആൻഡ് ഐ ആം അൺഎംപ്ലോയിഡ്. അവൻ പറയാണ്, ഒരു ട്രെയിനിങ് സ്കൂൾ എന്ന് പറഞ്ഞാലേ ഭയങ്കര എക്സ്പെൻസീവാണ്, കുറേ പൈസ ചിലവാകും. എന്നിട്ട് അവൻ തമാശ രൂപേണ പറയണത്, ഐ ആം അൺഎംപ്ലോയിഡ്, എനിക്ക് ജോലിയൊന്നുമില്ലല്ലോ. സെഡ് തരുൺ ഫീലിംഗ് ഹാപ്പി ദാറ്റ് ഹീ കുഡ് ജോക്ക് ഈവൻ ഇൻ ദീസ് സർക്കിംസ്റ്റാൻസസ്. അവൻ എന്ത് ചെയ്യാണ്? ഉള്ളിൽ ചിരിക്കാൻ തുടങ്ങിയത്. ഈ സാഹചര്യത്തിൽ പോലും എനിക്ക് അയാളോടൊരു തമാശ പറയാൻ സാധിച്ചില്ല. എന്താണ് തമാശ? ട്രെയിനിങ് സ്കൂളിൽ ഭയങ്കര ചിലവാകും, ഞാനൊരു അൺഎംപ്ലോയിഡ് ആണ്. അൺഎംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ജോലി ഇല്ലാത്തവനൊക്കെ അല്ലേ എന്ന് ആര് പറയാണ്? തരുണ് നമ്മുടെ രാംനാരായണോട് പറഞ്ഞു. ബട്ട് രാംനാരായൺ സീംഡ് പ്രിറ്റി സീരിയസ്. പക്ഷേ രാംനാരായൺ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇവനെടുത്തിരിക്കുന്നത്, തമാശ രൂപത്തിലല്ല, നല്ല സീരിയസ് ആയിട്ടാണ്. ഐ വിൽ ട്രെയിൻ യു ഇഫ് യു വാണ്ട് ബട്ട് ഐ പുട്ട് ഫോർവേഡ് എ കണ്ടീഷൻ. അപ്പോൾ രാംനാരായൺ പറയാം, നിനക്ക് വേണമെങ്കിൽ നിന്നെ ഞാൻ എന്ത് ചെയ്യാം? ട്രെയിൻ ചെയ്യിപ്പിക്കാം. പക്ഷെ എന്തുണ്ട്? ഐ പുട്ട് ഫോർവേഡ് ആൻ കണ്ടീഷൻ. ഞാനൊരു കണ്ടീഷൻ മുന്നോട്ട് വയ്ക്കുകയാണ്. കണ്ടീഷനിലൂടെ മാത്രമേ ഞാൻ നിന്നെ എന്ത് ചെയ്യുള്ളൂ? ട്രെയിൻ ചെയ്യിക്കുള്ളൂ. രാംനാരായൺ പറയാണ്. തരുൺ ഇത് കേൾക്കുമ്പോൾ സന്തോഷം. കാരണം എന്താ? അവൻ്റെ ആഗ്രഹം എന്താണ്? റണ്ണർ ആവാനാണ്. അവനിപ്പോൾ ആരാ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്? ഒളിമ്പിക് മെഡൽ വിന്നറായിട്ടുള്ള രാംനാരായൺ. അപ്പോൾ നമുക്ക് തരുണിന് എന്താ പറഞ്ഞു നോക്കാം. വാട്ട് ഈസ് യുവർ കണ്ടീഷൻ? തരുൺസ് വോയിസ് ഷോഡ് ക്യൂരിയോസിറ്റി ആൻഡ് ആങ്സൈറ്റി. ഇത് കേട്ടപാടെ തരുണ് ഭയങ്കര ആകാംക്ഷയായി. അത് തരുൺ ചോദിക്കുക, വാട്ട് ഈസ് യുവർ കണ്ടീഷൻ? എന്താ കണ്ടീഷൻ? പറയൂ, കേൾക്കട്ടെ, എന്ത് കണ്ടീഷനാണ്? അപ്പോൾ അയാൾ പറയാം, നമ്മുടെ രാംനാരായൺ പറയാണ്, there is a race on children's day at the നെഹ്റു സ്റ്റേഡിയം. ചിൽഡ്രൻസ് ഡേയുടെ അന്ന് നെഹ്റു സ്റ്റേഡിയത്തിൽ എന്ത് നടക്കുന്നുണ്ട്? ഒരു റേസ് നടക്കുന്നുണ്ട്. ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ആർ കോമ്പീറ്റിംഗ് ദെയർ. നിൻ്റെ പ്രായത്തിലുള്ള കുട്ടികളാണ് അവിടെ എന്ത് ചെയ്യുന്നത്? മത്സരിക്കുന്നത്. ഓക്കെ. ഇഫ് യു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വിൻ ദ റേസ് ഐ പ്രോമിസ് ഐ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് യു, സെഡ് രാംനാരായൺ. രാംനാരായൺ അയാളുടെ കണ്ടീഷൻ പറയാണ് എന്ത്? ചിൽഡ്രൻസ് ഡേയുടെ അന്ന് നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന റേസിൽ നീ എന്ത് ചെയ്യണം? പാർട്ടിസിപ്പേറ്റ് ചെയ്യുക മീൻസ് പങ്കെടുക്കുകയും വേണം, പിന്നെ എന്ത് ചെയ്യണം? വിജയിക്കുകയും വേണം. ഇഫ് യു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വിൻ ദ റേസ്, നീ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും വിജയിക്കുകയും ചെയ്താൽ ഐ പ്രോമിസ് ഐ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് യു, നിന്നെ ഞാൻ എന്ത് ചെയ്യാം? ട്രെയിൻ ചെയ്യിക്കാം എന്നാര് പറയാണ്? രാംനാരായൺ നമ്മുടെ തരുണിനോട് പറയാണ്. അപ്പോൾ തരുണിനൊരു ഓഫർ കിട്ടിയില്ലേ? നല്ലൊരു ഓഫറാണ്. അപ്പോൾ നമ്മുടെ തരുൺ പറയാണ്, ദിസ് ഈസ് നോ ബിഗ് ഡീൽ. ഇത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല. ഐ ക്യാൻ ഡു ഇറ്റ്, ക്യാൻ ഐ? എനിക്ക് ചെയ്യാൻ പറ്റില്ലേ? എന്താ പറ്റും, എന്നെ കൊണ്ട് പറ്റും. തോട്ട് തരുൺ, ഐ വിൽ സാർ. ഹിയർഡ് ഹിംസെൽഫ് സേയിങ് വിത്ത് കംപ്ലീറ്റ് കൺവിക്ഷൻ.
ഭയങ്കര സ്ട്രോങ് ബിലീഫോട് കൂടി അവൻ എന്ത് ചെയ്യാണ്, എന്നെ കൊണ്ട് പറ്റും എന്ന് പറയാണ്. അപ്പം നമ്മുടെ രാംനാരായൺ മുന്നോട്ട് വെച്ച കണ്ടീഷൻ എന്താണ്? ചിൽഡ്രൻസ് ഡേയുടെ അന്ന് നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന റേസിൽ നീ പങ്കെടുക്കുകയും വിജയിക്കുകയും വേണം. തരുൺ എന്ത് പറഞ്ഞു? ഞാൻ വിജയിക്കും സാർ, ഞാൻ പങ്കെടുക്കാം. ഉറച്ച വിശ്വാസത്തോടെ ആര് പറഞ്ഞു? തരുൺ മറുപടി പറഞ്ഞു. ഫൈൻ ബോയ്, ഇറ്റ് ഈസ് മൈ ജോബ് ടു ഗെറ്റ് യു എൻട്രി ഇൻ ദ റേസ് ആൻഡ് റിമെമ്പർ യുവേഴ്സ് വിൻ ഇറ്റ്. ശരി, ഫൈൻ ബോയ് മീൻസ് ശരി മോനെ. ഇറ്റ് ഈസ് മൈ ജോബ് ടു ഗെറ്റ് യു എൻട്രി ഇൻ ദ റേസ്. ആ റേസിൽ പങ്കെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എൻട്രി വേണം. അല്ലാതെ വെറുതെ പോയിട്ട് നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ആ റേസിലോട്ട് വേണ്ട എൻട്രി ഞാൻ എന്ത് ചെയ്ത് തരാം? നിനക്ക് ശരിയാക്കി തരാം. എന്നിട്ട് അയാൾ ഒരു കാര്യം കൂടി പറയാം, ആൻഡ് റിമെമ്പർ യുവേഴ്സ് ടു വിൻ ഇറ്റ്. ഒരു കാര്യം നീ ആലോചിക്കണം, ആ റേസിലെ വിന്നർ ആരായിരിക്കണം? നീ ആയിരിക്കണം. ടെൽ മീ വാട്ട് ഈസ് യുവർ നെയിം ആസ്ക്ഡ് രാംനാരായൺ. ഇപ്പോഴാണ് രാംനാരായൺ എന്ത് ചെയ്യുന്നത്? അവനോട് അവൻ്റെ പേര് ചോദിക്കുന്നത്. ഇത്രയും കോൺവെർസേഷൻ കഴിഞ്ഞിട്ടാണ് രാംനാരായൺ അവൻ്റെ പേര് ചോദിക്കുന്നത്. അവൻ്റെ പേരെന്താണെന്ന് നോക്കി, തരുൺ കപൂർ സാർ. അവൻ്റെ മുഴുവൻ പേരെന്താണ്? തരുൺ കപൂർ. പേര് വേണമല്ലോ നമുക്ക് എൻട്രി ലിസ്റ്റ് പേര് എഴുതാൻ, അതിനു വേണ്ടിയാണ് അയാളെ പേര് ചോദിച്ചത്. തരുൺ, ഐ വിൽ മീറ്റ് യു ഹിയർ ആഫ്റ്റർ 5 days ടു ഗിവ് യു യുവർ പാർട്ടിസിപ്പേഷൻ കാർഡ്. അപ്പം നമ്മുടെ രാംനാരായൺ പറയാണ്, തരുണേ, ഐ വിൽ മീറ്റ് യു ഹിയർ, നിന്നെ ഞാൻ ഇവിടെ കണ്ടുമുട്ടും എന്ന്, ആഫ്റ്റർ 5 days ടു ഗിവ് യു യുവർ പാർട്ടിസിപ്പേഷൻ കാർഡ്. ഇതേ സ്ഥലത്ത് തന്നെ ഇന്നേക്ക് 5ാമത്തെ ദിവസം ഞാൻ നിന്നെ കണ്ടുമുട്ടും. എന്ത് തരാൻ? ടു ഗിവ് യു യുവർ പാർട്ടിസിപ്പേഷൻ കാർഡ്. ആ റേസിൽ പങ്കെടുക്കാനുള്ള പാർട്ടിസിപ്പേഷൻ കാർഡ് തരാൻ വേണ്ടിയിട്ട് ഇന്നേക്ക് 5ാം ദിവസം ഞാൻ നിന്നെ എവിടെ കണ്ടുമുട്ടാം? ഇവിടെ തന്നെ കണ്ടുമുട്ടാമെന്ന് ആര് പറയാണ്? രാംനാരായൺ പറയാണ്. ഓൾ ദ ബെസ്റ്റ് സെഡ് രാംനാരായൺ ആൻഡ് ലെഫ്റ്റ്. ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? രാംനാരായൺ അവിടെ നിന്ന് പോയി. On the way home, Tarun thought that if his father had not scolded him, he wouldn't have got this opportunity. അപ്പോൾ അത് പറഞ്ഞ് രാംനാരായൺ പോയി. ആ സമയത്ത് നമ്മൾ തരുൺ ചിന്തിക്കുകയാണ്. എന്താ ചിന്തിക്കുന്നത് നോക്കി. തരുൺ thought that if his father had not scolded him, scold മീൻസ് ചീത്ത പറയുക. തൻ്റെ അച്ഛൻ തന്നെ ചീത്ത പറഞ്ഞില്ലായിരുന്നെങ്കിൽ he wouldn't have got this opportunity. എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി ലഭിക്കുമായിരുന്നില്ലല്ലോ. അവൻ ആ വീട് വിട്ട് വരാൻ കാരണം എന്താണ്? അവൻ എക്സാമിൽ 2 സബ്ജക്റ്റിൽ ഫെയിലായതും അവൻ്റെ അച്ഛൻ അവനെ ചീത്ത പറഞ്ഞതുമാണ്. അതില്ലായിരുന്നെങ്കിൽ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടില്ലായിരുന്നല്ലോ എന്ന് ആര് ചിന്തിക്കാൻ തുടങ്ങി? നമ്മുടെ തരുൺ. ദ നെക്സ്റ്റ് ഡേ ബ്രോട്ട് എ ന്യൂ റേ ഓഫ് ഹോപ്പ്. റേ ഓഫ് ഹോപ്പ് മീൻസ് പ്രതീക്ഷയുടെ കിരണം എന്നൊക്കെ പറയില്ലേ, പ്രത്യാശയുടെ കിരണം എന്നൊക്കെ. അവന് ഭയങ്കര ഒരു വിശ്വാസം, ഒരു പ്രതീക്ഷയൊക്കെ വന്നു. എന്താ പ്രതീക്ഷ? ആ റേസ് ജയിക്കണം എന്നുള്ളൊരു എയിമൊക്കെ അവൻ്റെ മനസ്സിൽ. തരുൺ ഗോട്ട് അപ്പ് ഏർലി. തരുൺ രാവിലെ നേരത്തെ എഴുന്നേറ്റു. ഹാഡ് മിൽക്ക്, എഴുന്നേറ്റ് പാൽ കുടിച്ചു. ആൻഡ് ബിഫോർ ഹിസ് മദർ കുഡ് ഫിനിഷ് ഹെർ ക്വറി ഓൺ വാട്ട് ഹി വാസ് അപ് ടു, ഹി ran out and went to the നെഹ്റു സ്റ്റേഡിയം ടു ചെക്ക് ദ ഡീറ്റെയിൽസ് ഓഫ് ദ റേസ്. അങ്ങനെ പതിവിൽ നേരത്തെ അവൻ അടുത്ത ദിവസം എഴുന്നേറ്റു. ഇത് കണ്ടപ്പോൾ ആർക്ക് സംശയമായി? അമ്മയ്ക്ക്. എന്തിനാണ് നീ പതിവിൽ നേരത്തെ നീക്കുന്നതെന്ന് അമ്മ ചോദിക്കുന്നതിന് മുന്നേ തന്നെ അവൻ എന്ത് ചെയ്യാണ്? പാലൊക്കെ എടുത്ത് കുടിച്ചിട്ട് അവൻ നേരെ എങ്ങോട്ട് പോവാണ്? റേസ് നടക്കുന്ന നെഹ്റു സ്റ്റേഡിയത്തിലോട്ട് പോവാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു നോ മോർ അബൌട്ട് ദ റേസ്. ആ റേസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ. ഹി വാസ് വെരി ഹാപ്പി ഇൻഡീഡ്. അവന് ഭയങ്കര സന്തോഷമാണ്. കാരണം അത് ഇത്രയും ദിവസം അവന് മനസ്സിൽ യാതൊരു ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്? നേരെ എങ്ങോട്ട് ചെല്ലുകയാണ്? റേസ് നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. എന്തിനെ പറ്റി അറിയാൻ? ടു നോ മോർ അബൌട്ട് ദ റേസ്. തനു സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് സെലോസിലി. സെലോസിലി മീൻസ് സ്ട്രോങ് ആൻഡ് എനർജറ്റിക്കലി. ശക്തമായിട്ട് തരുൺ എന്ത് ചെയ്യാണ്? പ്രാക്ടീസ് ചെയ്യാണ്. ഒരു ലക്ഷ്യം ഉണ്ട് അവൻ്റെ മുന്നിൽ. എങ്ങനെയെങ്കിലും എനിക്കത് അച്ചീവ് ചെയ്യണമെന്ന് ആർക്ക് തോന്നുകയാണ്? തരുണിന് തോന്നുക. അവൻ ശക്തമായി പ്രാക്ടീസ് ചെയ്യാണ്. എവറി ഡേ ഹി വുഡ് ഗെറ്റ് അപ്പ് അറ്റ് 4 in the morning. എന്നും അവൻ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും. എന്നിട്ട് എന്താ ചെയ്യുക? ആൻഡ് റൺ അപ്പ് ടു 10 miles. 10 മൈലോളം ദൂരം രാവിലെ അവൻ എന്ത് ചെയ്യും? ഓടും. ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. റേസ് ജയിക്കേണ്ടേ? ശക്തമായ ട്രെയിനിങ് ആണ്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് 10 മൈലോളം ദൂരം അവൻ എന്ത് ചെയ്യും? ഓടും. ഇൻ ദാറ്റ് ഈവനിങ്സ് ഹി വുഡ് ടൈം ഹിംസെൽഫ് അക്കോർഡിംഗ് ടു ദ 1000 meter ഡിസ്റ്റൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ കോമ്പറ്റീഷൻ. വൈകുന്നേരം ആയി കഴിഞ്ഞാലോ അവൻ ടൈമിങ് വെക്കും. അതായത് 1000 meter ദൂരം ഓടാൻ എത്ര സമയമാണ് എടുക്കുക അവൻ ടൈമിങ് നോക്കും. അതായത് ആ റേസ് ജയിക്കണ്ടേ? അത്രയും വേഗത്തിലാണ് അവൻ എന്ത് ചെയ്യുന്നത്? ആ റേസ് ജയിക്കണം എന്നാണ് അവൻ്റെ ആഗ്രഹം. അപ്പോൾ താൻ 1000 meter ഓടാൻ എത്ര ദൂരം എടുക്കുന്ന അവൻ ടൈമർ വെച്ച് എന്ത് ചെയ്യും? കണക്കാക്കും. അതായത് ശക്തമായ പ്രാക്ടീസ്. രാവിലെയും വൈകുന്നേരമൊക്കെ കടുത്ത പ്രാക്ടീസിൽ ഏർപ്പെട്ടുവർ നമ്മുടെ തരുൺ. എന്തിനു വേണ്ടിയിട്ട്? രാംനാരായൺ പറഞ്ഞ കണ്ടീഷന് വേണ്ടിയിട്ട്. അല്ല, എന്താണത്?
നീ നെഹ്റു സ്റ്റേഡിയത്തിൽ ചിൽഡ്രൻസ് ഡേയുടെ അന്ന് നടക്കുന്ന റേസിൽ വിജയിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യിക്കാം. ആര് പറഞ്ഞു? രാംനാരായൺ അല്ലേ? ഹി വാണ്ടഡ് എവറിത്തിങ് ടു ബി പെർഫെക്റ്റ്. അവൻ എല്ലാ കാര്യം പെർഫെക്റ്റ് ആവാൻ ആഗ്രഹിച്ചു. തൻ്റെ ഓട്ടവും പ്രാക്ടീസും ശരീരഘടനയൊക്കെ പെർഫെക്റ്റ് ആവണം, എന്നാലേ ജയിക്കുള്ളൂ. വെറുതെ പോയൊന്നും ജയിക്കില്ല. ഇറ്റ് വാസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ് ലൈഫ് ദാറ്റ് ഹി വാസ് ഡിമാൻഡിങ് സച്ച് പെർഫെക്ഷൻ ഇൻ തിങ്സ് ഹി തോട്ട്. അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നത്. എന്താണത്? ഞാൻ വരി ഒന്നും കൂടി വായിക്കാൻ ശ്രദ്ധിക്കുക. ഇറ്റ് വാസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ് ലൈഫ് ദാറ്റ് ഹി വാസ് ഡിമാൻഡിങ് സച്ച് പെർഫെക്ഷൻ ഇൻ തിങ്സ് ഹി ഡിഡ്. അവൻ ചെയ്യുന്ന കാര്യത്തിൽ പെർഫെക്ഷൻ വേണമെന്ന് അവൻ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്ന സന്ദർഭമായിരുന്നു ഏത്? ഈ റേസിൽ പങ്കെടുക്കുന്ന സന്ദർഭം. അതിന് മുന്നേ ഒന്നും അവന് യാതൊരു പെർഫെക്ഷനും ഇല്ല, വെറുതെ ജീവിച്ചു പോവായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു എയിമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ഹി ഓൾസോ വാണ്ടഡ് സമൺ ടു ബാക്ക് ഹിം അപ്പ് ആൻഡ് സോ ഹി ടോൾഡ് എവറിത്തിങ് ടു ഹിസ് മദർ. പക്ഷെ അവന് ഒരാളുടെ സപ്പോർട്ടും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഈ നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ അവൻ ആരോടും കൂടി പറഞ്ഞു? അവൻ്റെ അമ്മയോടും കൂടി പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങളെ എടുക്കുന്നുള്ളൂ. ഒന്നും കൂടി ആ പ്രധാന പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഈ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ദ റേസ് എന്നാണ്. എഴുതിയത് ആരാണ്? നമ്മുടെ ഇന്ത്യൻ റൈറ്ററല്ല, നിഷ പഞ്ചാബി എന്ന റൈറ്ററാണ്. മെയിൻ ക്യാരക്ടർ ആരാണ്? തരുണ എന്നൊരു വ്യക്തിയാണ്. അവന് ഡാൻസിങ്ങിലോ സിംഗിങ്ങിലോ ഒന്നും താല്പര്യമില്ല. അവനാകെ താല്പര്യമുള്ള വിഷയം എന്തായിരുന്നു? റണ്ണിങ്ങിലായിരുന്നു. അവന് ബാഡ് ഇമോഷൻസൊക്കെ വന്നു കഴിഞ്ഞാൽ അവൻ എങ്ങനെയാണ് അത് ഇല്ലാതാക്കുക? ഓടിയിട്ടാണ് അവൻ ഇല്ലാതാക്കുക. അങ്ങനെ അവൻ്റെ ടെർമിനൽ എക്സാമിനേഷനിൽ 2 സബ്ജക്റ്റിൽ അവൻ ഫെയിലായ സമയത്ത് അവൻ എന്ത് ചെയ്തു? നേരെ സ്റ്റേഡിയത്തിൽ പോയിട്ട് എന്ത് ചെയ്യാണ്? ഓടാൻ തുടങ്ങി. ഈ ഓട്ടം ആര് കണ്ടു? രാംനാരായൺ എന്ന് പറയുന്നൊരു ഒളിമ്പ്യൻ കണ്ടു. അയാൾ അവനൊരു ഓഫർ വയ്ക്കുകയാണ്. എന്ത്? ചിൽഡ്രൻസ് ഡേയുടെ അന്ന് നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന റേസിൽ നീ വിജയിച്ചാൽ നിന്നെ ഞാൻ എന്ത് ചെയ്യാം? ട്രെയിൻ ചെയ്യിപ്പിക്കാം. ഈ ട്രെയിനിങ് ലഭിക്കുന്നതിന് വേണ്ടി അവൻ എന്ത് ചെയ്യാണ്? ശക്തമായി പ്രാക്ടീസ് ചെയ്യാണ്. അവൻ്റെ മനസ്സിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താണത്? എങ്ങനെയെങ്കിലും ഈ റേസ് പാസ്സായി രാംനാരായൺ തന്നെ ട്രെയിൻ ചെയ്യിക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളെ പഠിച്ചുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക്സ്.